ഹലോ ഹായ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇന്നലത്തെ വൈകുന്നേരത്തെയും കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ന് രാവിലത്തെയും കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ഒരു വീഡിയോ ആക്കിയതാണ്. ഇന്നലെ അപ്പോൾ നമുക്ക് ചമ്മന്തിയൊക്കെ ആയിരുന്നല്ലോ ഉച്ചയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം കുറച്ച് തോരൻ വെക്കാൻ കുറച്ച് മലക്കറി ഇരിപ്പോളായിരുന്നു. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞിട്ടിത്, ഈ കോവയ്ക്കയും അമരയ്ക്കയും എല്ലാം ഉണ്ട്. എന്നിട്ട് അത് രണ്ടായിട്ട് പകുത്തെന്ന് വെച്ചാൽ നാളത്തേക്ക് രാവിലത്തേക്ക് മാറ്റി വെച്ച് ഇന്ന് വൈകിട്ട് രാത്രിത്തേക്ക് കുറച്ചെടുത്ത് തോരൻ വെച്ച്. അപ്പം വെള്ളത്തോരൻ വെക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നത്, പിന്നീട് ചമ്മന്തി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞത്തോരൻ വെക്കാമെന്ന്. പിന്നെ നമുക്ക് ഇന്ന് രാത്രി കഴിക്കാനുള്ള ചോറൊക്കെ ഉണ്ട്. ഇത് പിറ്റേന്ന് രാവിലെ, അതായത് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെക്കാനായിട്ട് അരിയൊക്കെ തിളപ്പിച്ച് വെച്ച് അപ്പോഴത്തേക്ക് തോരൻ റെഡിയായി. പിന്നെ ഞാൻ എൻ്റെ ചെടി എടുത്തോട്ട് പോയി. അവർക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നീട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇന്നലെ 6 മണിക്കല്ല, അതിന് മുന്നേ ഞാൻ സ്പ്രേ ചെയ്തു. എന്നാലും 6 മണി അടുപ്പിച്ച് ആവാറാവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെട്ടിയെല്ലാം വിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് എല്ലാവരും മുട്ടിട്ട് നിൽപ്പുണ്ട്. എല്ലാത്തിലും മുട്ടുണ്ട്. മുട്ട് തരുന്നവരെല്ലാവരും മുട്ട് തന്നിട്ടുണ്ട്, മുട്ടിടാത്തവരെല്ലാവരും മുട്ടിടാതെ അതുപോലെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഇലച്ചെടി നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചത്, ഒടിച്ച് വെച്ചത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ കമ്പ് വെട്ടി കിളിച്ചത് മാറ്റി വേറൊരു ചട്ടിയിൽ നട്ടായിരുന്നല്ലോ, അതിൽ എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാവും ഭയങ്കര സന്തോഷമായി. കിളിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ചുമ്മാ കുത്തി വെച്ചതാണ്. നല്ലോണം കിളിച്ചപ്പോൾ അതിന് നമ്മൾ മാറ്റി നട്ടത്. പിന്നീട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ, അതിൽ നിന്ന് വെള്ള റോസ പിടിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പൊട്ടി പൊട്ടി കിളിച്ച് വരുന്നുണ്ട്, രക്ഷപ്പെടുമായിരിക്കും. പിന്നെ നമ്മുടെ തക്കാളി രാജ്ഞി തക്കാളിയൊക്കെ ഓരോന്നിലും വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി വന്നിങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഞാൻ രാവിലെ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചൊക്കെ നോക്കും, പുഴുവിൻ്റെ ശല്യം വരുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ സോപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഉണങ്ങി നിൽക്കുന്ന ഇലകളെല്ലാം മാറ്റി കൊടുക്കും. ചെറുതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് താങ്ങണേന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇനി ഉള്ളത് ഒരു ചമ്മന്തി, തോരൻ, ചോറ്. അപ്പൊ ഉയർത്തി അങ്ങ് കടിച്ചപ്പോ നല്ല അടിപൊളി ഉണ്ടാത്. അപ്പൊ മിസ് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കഴിച്ചുണ്ടെങ്കിൽ ബൈ ബൈ, സീ ഉമ്മ. ഇന്നലത്തെ വിശേഷം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നും അതുപോലെ രാവിലെ എണീറ്റു. പിന്നെ മോള് ക്യാമറയുടെ കാര്യമൊക്കെ പറയുന്നത്, അവരെ മിസ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, കുരുത്തക്കേട് ഏതാ മിസ്സിന് അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നലെ അത് വന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, ആ ക്യാമറ വെച്ച് സ്കൂളിൽ നിന്ന് ആളിവിടെ വന്നായിരുന്നു, ക്യാമറ വെച്ചിട്ടുണ്ട്, നിങ്ങളിവിടെ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ, ഹോംവർക്കൊക്കെ തനിയാണോ എഴുതുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ച്, കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറയല്ലോ, ഒന്നും കുറയത്തൊന്നും ഇല്ല, എന്നാലും മിസ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനും അതൊക്കെ ശരി വെച്ച് കൊടുത്തു. അതാ അവളെ ക്യാമറയുടെ കാര്യമൊക്കെ പറഞ്ഞത്. പിന്നെ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് അത്യാവശ്യം എടുക്കേണ്ട ഓർമ്മ വരുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് വെളിയിലോട്ട് വെക്കും. അങ്ങനെ തോരനുള്ള കാര്യം ഒന്നിച്ച് മോര് കാച്ചാന്ന് കരുതി. പിന്നെ ഒരു മുട്ട വറുത്തയും കൂടെ ആകുമ്പോൾ മോക്ക് കൊണ്ടുപോകാനുള്ളതും. പിന്നെ ഇവിടെ ഒരു 9 മണി 10 മണി ആവും ചന്ത കൂടാൻ, അന്നേരം മീൻ മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇന്നലെ നമ്മൾ മീൻ മേടിച്ചിട്ടുമില്ലായിരുന്നു. പിന്നെ പാത്രങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ച്, അതിന് മുന്നേ ഞാൻ ചോറൊക്കെ അടപ്പയിലോട്ട് വെക്കുകയും ചായക്കുള്ള വെക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതാണ്ട് ഇവിടെ തോരനാവുന്നുണ്ട്. ഇന്ന് വെള്ളത്തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ നമ്മൾ മഞ്ഞത്തോരനല്ലേ വെച്ചത്. അങ്ങനെ അരി നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇത് കാപ്പിക്ക് വേണ്ടിയിട്ട് തേങ്ങ, പിന്നെ മോരിന് വേണ്ടിയിട്ട് തേങ്ങ, തോരന് വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ച് തിരിഞ്ഞ് മാറ്റി വെച്ച്. അപ്പോഴത്തേക്ക് നേരം ഒരുവിധം വെളുത്തു. പിന്നീട് ഞാൻ മോര് കാച്ചാൻ എല്ലാം റെഡിയാക്കി വെച്ച്. ഞാൻ ഇച്ചിരി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ മോരിൽ തക്കാളി ഇടും. ഇപ്പോൾ കുറേ ആയി ഇട്ടിട്ട്. മോരിന് പുളിയുണ്ട്, എന്നാലും ആ ഒരു കളർ ചേഞ്ച് നല്ല രസം, ഒരു ചുമപ്പും ഒരു മഞ്ഞയും കൂടെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇന്നും മോര് കാച്ചിയത്. അപ്പോഴത്തേക്ക് ചോറൊക്കെ വാർന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ പോയിരുന്നു. അപ്പോൾ ചോറ് മൊരിക്കാൻ വെച്ച്. അപ്പോഴത്തേക്ക് മോരും റെഡിയായി. ഇനി മോൾക്ക് ചോറിടണം. അപ്പോഴത്തേക്ക് മോൾ എണീറ്റ് വന്നു. ഇന്ന് 6:30 ആയപ്പോഴേ മോൾ തനിയെ എണീറ്റ് വന്ന്. അങ്ങനെ ഞാൻ ചോറിടാൻ നേരം ഇത് അവളാണ് എടുത്ത് തന്നു. ഞാൻ ചോദിച്ചൊന്ന് എടുത്ത് തരുമോ എന്ന്. അപ്പോൾ എടുത്ത് തന്നിട്ട് പിന്നെ ഞാൻ അവിടെ പറഞ്ഞു വിട്ട്. പിന്നീട് ഞാനൊരു മുട്ട ചിക്കി പൊരിച്ച് വെച്ചിട്ട്, പിന്നെ വേറെ അതിൻ്റെ മേളിലുള്ള പാത്രത്തിലാണ് മോരൊഴിച്ച് വെച്ചത്. തോരൻ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ നിന്നില്ല. വൈകിട്ട് വരുമ്പോൾ ഞാൻ വാരി കൊടുക്കുമ്പോൾ തിന്നുള്ളൂ. അവിടെ ഒറ്റയ്ക്ക് കഴിക്കുന്നു, ഇനി അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് ഞാൻ കരുതി. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി വെള്ളമൊക്കെ ഒഴിച്ച് നീറ്റാക്കി വെച്ച്. പിന്നെ ഞാൻ അടയ ഉണ്ടാക്കി, പഞ്ചസാര ഇട്ടിട്ട് 3 എണ്ണം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോന്ന് കഴിക്കാനുണ്ടാവും, അത് മതി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് ടേബിളിൽ നോക്കിയപ്പോൾ കഷ്ടം, ഡ്രസ്സും
കാര്യങ്ങളും എല്ലാം ഒന്നും ഞാൻ അലമാരിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അവളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുകയും ചെയ്തായിരുന്നു. ഞാൻ ചെന്ന് തേച്ചൊക്കെ കൊടുക്കണം, പക്ഷേ പോയി എല്ലാം എടുത്ത് വെച്ച് എനിക്ക് അത്രയും ജോലി ഒഴിഞ്ഞ് കിട്ടി. പിന്നെ അവളെ കുളിപ്പിച്ച് അവളെ ഒരിക്കൽ സ്കൂളിലേക്ക് വിട്ടിട്ട് പിന്നെ ഞാനും ചേച്ചിയും അപ്പോഴേ എടുത്ത് അവളെ വിട്ട് കഴിഞ്ഞുടനെ ഞങ്ങളും കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. ഇനി മീനൊക്കെ ഉണ്ട്, അത് നാളത്തെ വീഡിയോയിൽ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാം. ബൈ.